തമിഴ്നാട്ടിൽ വോട്ട് ചെയ്യാൻ പോകുന്നവർക്കിടയിൽ ബസ് യാത്ര പോലും വലിയ ചർച്ചാ വിഷയമാണ്. എന്തുകൊണ്ടാണ് അത്? സംശയം തോന്നാം. അത് നമുക്കൊരു ബസ് യാത്ര തന്നെ നടത്തി അനുഭവിച്ചറിയാം. അപ്പൊ നമ്മള് കോയമ്പത്തൂര് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലുള്ളത്. നമ്മള് പിങ്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പോവാം. അത് പ്രത്യേകതയുണ്ട്. ഈ പിങ്ക് ബസ് പദ്ധതി DMK സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ഇത് എങ്ങനെയാണ് തിരിച്ചറിയുന്ന പറഞ്ഞാൽ മുന്നിലും പിറകിലും പിങ്ക് പെയിന്റ് അടിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഈ ബസ്സിൽ സൗജന്യ യാത്രയാണ്. ലേഡീസ്ക്ക് ഫ്രീ ആണല്ലോ അല്ലേ? ലേഡീസ് ഫ്രീ ആണോ? ടിക്കറ്റ് വേണം? ടിക്കറ്റ് കമ്പൽസറി വാങ്ങണം. അതായത് ഫ്രീ ആണ്, പക്ഷെ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കും. എങ്ങനെയുണ്ട് ഈ ബസ്സിൽ സൗജന്യ? ബസ്സില് പൈസ ഇല്ലാണ്ട് വരുന്ന അത് കുറച്ച് പേരാ. ആ കാത്തിരുന്നാലേ ഒരു ചായ കുടിക്കാൻ എന്തെങ്കിലും ചെയ്യാം. 2-3 ആള് ബസ്സിൽ പോയാ കാശ് എത്ര? പുറത്തു പോയി ചായ കുടിക്കാലോ എന്നാ പറയുന്നത്. പേരെന്നാ? എന്നാ? വിജയ്. പക്ഷേ வோட்டில்ல டீச்சர் தானா? ஓகே ஓகே ஓகே. பாத்தீங்கன்னா இப்போ நாங்கள் காலேஜில் இருக்கிறனால ஸ்டூடெண்ட்ஸோட இது ஃபுல்லாகவே பார்த்தீங்கன்னா விஜய் சைடு வருது. விஜய்க்கு ஒரு வாய்ப்பு கொடுக்கலாம், ஒரு சான்ஸ் கொடுக்கலாம். பட் ஆனால் அவங்க நிறைய செய்யறதா இருந்தால் இந்த லாஸ்ட் ஒரு 2 months நிறைய லேப்டாப்ஸ் கொடுத்துருக்காங்க, ஃப்ரீ லேப்டாப்ஸ், செகண்ட் இயர் தேர்ட் இயர்க்கலாம். ஸோ அதை பார்த்தா DMK வர சான்ஸ் இருக்குது நிறையா. ஆல்ரெடி ரிசீவ் பண்ணியிருக்காங்க. ஸோ ரெண்டுமே 50-50 இருக்குது. DMK അല്ലെങ്കിൽ വിജയ് എന്നുള്ള ഒരു ചിന്ത പലരിലും വരുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ച കാണാം. ഫ്രീ അല്ലനാ ഒരു നാளைக்கு எவ்வளவு காசு? ஒரு நாளைக்கு எங்களுக்கு எப்படியோ 100 ரூபாய் பக்கம் வேணும். பஸ்ஸுக்கு வந்து இங்கே 15 ரூபான்னு வச்சுக்கோங்க, 10 ரூபான்னு வச்சுக்கோங்க. வர போக டீ செலவு அது அப்படியே பார்க்கும்போது எங்களுக்கு ஒரு 100 ரூபா வேணும். அங்கேருந்து இந்த பஸ்ஸு ஃப்ரீ கிடைக்கலன்னா ஆட்டோ வரணும். ஆட்டோக்கு 50 ரூபா தரணும். இப்போ அதெல்லாம் எங்களுக்கு பரவாயில்ல. ஃப்ரீ பஸ் வரனாலும் நம்ம அங்கேயே இறங்கிக்கலாம், வீட்டுக்கு பக்கத்துலேயே இறங்கிக்கலாம். ജയിച്ചാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് അവിടെ UDF പറഞ്ഞു. 2 വർഷം മുന്നേ DMK അത് നടപ്പിലാക്കി കഴിഞ്ഞു. பெரிய காம்படிஷன் இல்லை. ஐ திங்க் இட்ஸ் DMK திஸ் டைம். അപ്പോൾ விஜய் கூட இருக்கல்ல. பட் விஜய்க்கு ஸ்ட்ராங்கான ஒரு இந்த இதில் எக்ஸ்பீரியன்ஸ் இல்லை. அண்ட் அவரோட பேச்சுமே இன்னும் ஹீஸ் கவரிங் எவ்ரி திங் சர்ஃபேஸ் லெவல். ഗ്രാസ് റൂട്ട് ലെവലിൽ പോയി അവർ എന്നെ പണ്ടുവാരെന്ന് വി ഡോണ്ട് ഹാവ് എൻ ഐഡിയ. ഈ സൗജന്യ ബസ് യാത്രയിലൂടെ എല്ലാ കുടുംബങ്ങളിലും വലിയ ലാഭം ഉണ്ടാവുന്നുണ്ട്. അതിന് പുറമെ ഓരോ സ്ത്രീകൾക്കും മാസത്തിൽ 1000 രൂപ വെച്ച് DMK സർക്കാർ കൊടുക്കുന്നു. ആ വീട്ടിൽ +2-വിനോ അതല്ലെങ്കിൽ ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും 1000 രൂപ വീതം കൊടുക്കുന്നുണ്ട്. അതായത് മാസത്തിൽ ഏതാണ്ട് 5000 രൂപയോളം സർക്കാർ നേരിട്ട് ഈ വീടുകളിലെത്തിക്കുന്നു. ഇത് DMK സർക്കാരിനെ കുറിച്ചൊരു മതിപ്പ് ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ മാറിയേക്കാം, വോട്ടിനെ സ്വാധീനിച്ചേക്കാം. നിഖിൽ ജോസഫിനൊപ്പം കോയമ്പത്തൂരിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.